തായ്ക്കിഴവി ഡയറക്റ്റഡ് ബൈ ശിവകുമാർ മുരുകേശൻ. ഇതൊരു ഗ്രാമീണ കോമഡി ഡ്രാമ എന്നൊക്കെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. അതിനേക്കാൾ ഉപരി ഇത് ശരിക്കും ഈ കുടുംബങ്ങളിലൊക്കെയുള്ള ഒരു സ്ത്രീകളുടെ, പ്രത്യേകിച്ച് ആ സ്ത്രീയുടെ ഫീലിങ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരാണ് യഥാർത്ഥമായ ആ കുടുംബത്തിലെ ശക്തി എന്ന സത്യം അടിവരയിടുന്ന ഒരു സിനിമ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ രാധിക ശരത് കുമാർ അവതരിപ്പിക്കുന്ന പൗണുത്തായി എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. ശരിക്കും ഇത് അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസും നമുക്ക് പറയാൻ പറ്റും. ആക്ച്വലി പുള്ളിക്കാരി കിടപ്പിലായ ഒരാളാണ്, പക്ഷേ അവർ സംസാരിക്കാതെ പോലും അവരുടെ സാന്നിധ്യം ആ വീടിനെ നിയന്ത്രിക്കുന്നു എന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഐറണി അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരീരത്തിൽ ശക്തിയില്ലെങ്കിലും ജീവിതത്തിൽ അധികാരം അവളുടേതാണെന്ന് ഫീൽ ചെയ്യിക്കാൻ സാധിക്കുന്നു എന്ന് ഈ കഥ മനോഹരമായ രീതിയിൽ അവർ പറയുമ്പോൾ അതിനൊരു പ്രത്യേകമായ ഒരു നാച്ചുറൽ ഭംഗി വരുത്താനും അതിന് സാധിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക്. അതുപോലെ 3 മക്കളാണ് അവർക്കുള്ളത്. ഈ 3 മക്കളും അമ്മയെ കാണാൻ വരുന്നത് ശരിക്കും സ്നേഹത്തിന് വേണ്ടിയല്ല, അവർക്ക് സ്വർണ്ണം ഉണ്ടെന്നുള്ള ഒരു വാർത്തയുടെ പ്രതിഫലനമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. അത് ശരിക്കും ആണ് ഇതിൻ്റെ ഒരു സൈലൻറ്റ് സറ്റയർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പ്രത്യേകിച്ച് സ്നേഹം പലപ്പോഴും അവകാശത്തിൻ്റെയും സ്വത്തിൻ്റെയും ഒക്കെ പിന്നാലെയാണ് പോകുന്നത് എന്ന് വരുത്തി തീർക്കാൻ ഇത് ഗംഭീരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയിലെ ഹ്യൂമർ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും, സിംഗംപുലി ആണേലും അരുൾ ദോസ് ആണേലും മുൻഷികാന്ത്, ബാലസരവണൻ, ഇളവരസ്, ജോർജ് മരിയാൻ, മുത്തുകുമാർ, റേച്ചൽ, അതുപോലെ തന്നെ ആത്താടി കുമാരൻ, എല്ലാവരും ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നവരായി നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്. അതുപോലെ ഈ കമൽഹാസൻ്റെ ഫാനായിട്ടുള്ള സിംഗംപുലിയുടെ കഥാപാത്രവും, അതുപോലെ തന്നെ അവരുടെ ഗ്രാമദൈവമായ കറുപ്പനുമായി സംസാരിക്കുന്ന ഭവനരഹിതനായ ആത്താടി കുമാരൻ്റെ കോമഡി സീനുകളുമൊക്കെ ശരിക്കും നമുക്ക് സമൂഹത്തെയും രാഷ്ട്രത്തെയും ഒക്കെ കുറിച്ചുള്ള ഒരു ഭയങ്കരമായ ഒരു വിമർശനങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ബാലസരവണൻ്റെ പ്രകടനമാണ്. അതിനകത്തൊരു മനോഹരമായ ഒരു ആംബുലൻസ് സീൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹെവി ഇമോഷണൽ ഇമ്പാക്റ്റ് കിട്ടുന്നൊരു മൊമെൻ്റാണത്. ശരിക്കും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബവും, അതുപോലെ ജീവൻ പിടിച്ചു നിലനിർത്താൻ ശ്രമിക്കാം എന്ന് തോന്നിയ ഒരു കുടുംബവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് സംവിധായകൻ ഒരു മാജിക്കൽ ടച്ചിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് അതിൻ്റെ മനോഹരമായ ഭംഗി എന്ന് പറയുന്നത്. ഓവറോൾ ഇതൊരു റൂറൽ ലാഫ്റ്റർ എൻ്റർടൈനർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗിയും അതുപോലെ തന്നെ നൈർമല്യതയും ഒക്കെയുള്ള തീർച്ചയായിട്ടും ഫാമിലി സഹിതം ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. തീർച്ചയായും കൈയടിക്കാവുന്ന ചിത്രം.